ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കുടംപുളി ഇട്ട സ്പൈസി കേരള ഫിഷ് കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ ചേരുവകൾ: വെളുത്തുള്ളി, ഇഞ്ചി, കുടംപുളി, ചെറിയുള്ളി, കറിവേപ്പില, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി. ഇത്രയാണ് ഇതിൻ്റെ അളവുകൾ. ഞാൻ കറി വെക്കുമ്പോൾ പറയാം. അപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായ ശേഷമാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി വളരെ ചെറുതായിട്ട് അരിയണം. എങ്കിലേ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അത് ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറണം. നന്നായിട്ടൊരു ഗോൾഡൻ ആവേണ്ട, അതിന് മുന്നേ എടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇടാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എരിവ് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് കുറച്ചൊരു സ്പൈസി ഡിഷാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് ഗ്രേവിയുള്ളൊരു കറിയല്ല ഇത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇടുകയാണ്. ഞാൻ മോത മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതുപോലെ അയലയും അങ്ങനത്തെ മീനുകളൊക്കെ ഈ രീതിയിൽ കറി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1 കിലോളം മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി, ഇതിന് കുറേ സമയം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. കാര്യം അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ പുളി രസം നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിട്ടിട്ടുണ്ട്. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇടണം, ഒരുപാട് ഇടരുത്. ലാസ്റ്റ് നമുക്ക് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. ഉലുവാപ്പൊടി ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക്. അതിനുശേഷം കറിവേപ്പില ഇടുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടിത് തിളയ്ക്കാൻ മീൻസ് വേവാൻ വെക്കുക. പിന്നെ ഇളക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്പൂൺ കൊണ്ട് വല്ലാതെ ഇളക്കരുത്. ഒന്ന് കറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചുറ്റി കൊടുക്കുക ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, ഏകദേശം ഒരു അരമണിക്കൂറിനുള്ള ആകുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാകും. ഇപ്പോൾ നന്നായിട്ടത് വറ്റിയിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് വറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. ഒരിക്കലും സ്പൂൺ കൊണ്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുളക് പൊടിയൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം കറി ആയ ശേഷം ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുമ്പേ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഇറക്കി വെക്കുന്നത്. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുളക് പൊടി മാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. അല്ലെങ്കിൽ എരി മാത്രം ഉണ്ടാവും, കളർ ഉണ്ടാവില്ല. ഇതിപ്പോൾ രണ്ടും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. താങ്ക് യു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.